തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂരിൽ കർഷകർക്ക് ശല്യമായി മാറിയ കാട്ടുപന്നികളെ നാട്ടുകാരുടെ സഹകരണത്തോടെ വെടിവെച്ചു കൊന്നു. കർഷകരും നാട്ടുകാരും സമാഹരിച്ച പണം കൊണ്ടാണ് പന്നികളെ വെടിവെക്കുന്നതിനായുള്ള ഷൂട്ടർമാരെ എത്തിച്ചത്. ബുധനാഴ്ച കാലത്ത് തുടങ്ങിയ വേട്ട വൈകുന്നേരം വരെ തുടർന്നു. പന്നിശല്യം പ്രദേശത്തുകാർക്കും കർഷകർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നും കർഷകർക്കാണ് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നത് എന്നും നാട്ടുകാർ പറഞ്ഞു. പന്നിശല്യം കൃഷിക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നെൽകൃഷിക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിലുണ്ടായിരുന്നത്. വരമ്പുകൾ കുത്തിമറിച്ചിട്ടും നെല്ല് വിളം നശിപ്പിച്ചിട്ടും മൊത്തത്തിൽ ഇവിടെ പല വ്യക്തികളത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൊയ്യാറായ നെല്ല് നശിപ്പിച്ചു എന്നുള്ളതാണ്. അതിനെ നമ്മൾ തടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇത് എല്ലാവരും കൂടി നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് നാട്ടിൽ നിന്ന് പൈസ പിരിച്ചെടുത്തിട്ടാണ് ഈ പരിപാടി. ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് നടത്തിയത്. വിജയം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും 7ഓളം പന്നികളെ നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഷൂട്ടർമാരുടെ സഹായത്തോടെ 7 പന്നികളെ വെടിവെച്ചു കൊല്ലാൻ കഴിഞ്ഞെന്നും പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും നാട്ടുകാരുടെ സഹകരണത്തോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് മാസ്റ്റർ പറഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൃഷിയിടങ്ങളെല്ലാം ഭീഷണിയായി നിൽക്കുന്ന വന്യജീവിയായ പന്നി ഇന്ന് വെളുത്തൂർ പ്രദേശത്ത് നമ്മൾ ലൈസൻസുള്ള തോക്കുകാരുമായി സംസാരിച്ച് അവരുടെ നേതൃത്വത്തിൽ ഒരു വേട്ട നടത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേട്ട നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തോക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ തുടർന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ന് 7ഓളം പന്നികളെ വെടിവെക്കുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഇതുപോലെയുള്ള വേട്ട ഉദ്ദേശിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തെയും കൃഷിക്കാർ പന്നി ശല്യം കാരണം കാർഷിക വൃത്തിയിൽ നിന്ന് തന്നെ പിന്മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള പരിതസ്ഥിതി. ഇതുകൊണ്ട് പൂർണ്ണമായും പന്നികളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി നാട്ടുകാരുടെ കർഷകരുടെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ PT ഹംസ, KKA കരീം, ഹംസ പാണക്കാട്ടിൽ, അലവി തച്ചൊടി, അബ്ദു കൊരക്കോട്ടിൽ, രതീഷ്, TM സദാനന്ദൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് 3 Max Live.